നമ്മുടെ ജീവിതമാകുന്ന ഈ യാത്ര ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കെ നാം എല്ലാവരും ഇടയ്ക്കിടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു മൂഡ് ഔട്ട്, ഒരു ഡൾനെസ്, ഒരു സുഖവുമില്ല, എന്തോ ഒരു പ്രയാസം തുടങ്ങി ഓരോ പേരിൽ നാം അതിനെ പറഞ്ഞൊപ്പിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ എന്താണ് ആ അവസ്ഥ എന്ന് എത്ര പേർക്കറിയാം? എന്തുകൊണ്ടാണ് ഈ അവസ്ഥ ഇടയ്ക്കിടക്കും എന്നാൽ നിരന്തരമായും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്? ഈ അവസ്ഥക്ക് നമ്മോട് എന്തോ പറയാനുണ്ടാകുമല്ലോ. തീർച്ചയായും ഉണ്ടാകും. ഇതിന് വളരെ കൃത്യമായൊരു ഉത്തരമുണ്ട്. നാം എല്ലാം നമ്മുടെ ജീവിത ലക്ഷ്യം മറന്നുകൊണ്ടുള്ള ഒരു യാത്രയിലാണുള്ളത്. ആ യഥാർത്ഥ ലക്ഷ്യത്തെ ഓർമ്മിപ്പിക്കാനാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഫ്രം അവർ സോൾ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികളെ കണ്ടിട്ടില്ലേ? എന്ത് കണ്ടാലും അതിനെക്കുറിച്ചെല്ലാം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. പലതിനും വ്യക്തമായ ഉത്തരം കിട്ടാതായി പിന്നെ പിന്നെ വലുതാകും തോറും അത് തന്നെ, അത് അങ്ങനെ തന്നെ എന്നുള്ള രൂപത്തിലേക്ക് എല്ലാത്തിനെയും നോർമലായി കാണാനുള്ള ഒരു അവസ്ഥയിലേക്ക് അവരും മാറുന്നു. ചെറുപ്പത്തിലുള്ള ആ ക്യൂരിയോസിറ്റി, എല്ലാം അറിയാനുള്ള ആഗ്രഹം, അത് നഷ്ടപ്പെട്ടു പോയത് യഥാർത്ഥത്തിൽ വലിയൊരു നഷ്ടം തന്നെയാണ്. സൃഷ്ടാവ് അവനെയും അവന്റെ സൃഷ്ടിയായ നമ്മെയും നമുക്ക് ചുറ്റും കാണുന്ന മറ്റു സൃഷ്ടി വൈഭവങ്ങളെയും എല്ലാം കുറിച്ച് അന്വേഷിച്ച് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് ഓരോ കുഞ്ഞിനെയും ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത്. എന്നാൽ നമ്മുടെ ആ ക്യൂരിയോസിറ്റിയുടെ നഷ്ടം മൂലം നാം അറിയാൻ ശ്രമിക്കാതെ പോകുന്നത് നമ്മെ തന്നെയും നമ്മുടെ ആ സ്നേഹനിധിയായ സൃഷ്ടാവിനെയുമാണ്. അതാകട്ടെ നമ്മെ നയിച്ചു കൊണ്ടുപോകുന്നത് ലക്ഷ്യബോധമില്ലാത്ത ഒരു ജീവിതയാത്രയിലേക്കും.